അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിന്റെ തോപ്പായത്. അല്ലാണ്ട് 4 ലൈറ്റ് ഉള്ളത് കൊണ്ടും 8 ബോക്സ് ഉള്ളത് കൊണ്ടൊന്നും അല്ല സ്വർഗത്തിന്റെ തോപ്പായത്. വലിയൊരു അമലാണ്, വലിയൊരു ഇബാദത്താണ്. ഭൂമി ലോകത്ത് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു തൗഫീഖാണ്, ഭാഗ്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് ആദ്യം വേണ്ടത് മനുഷ്യന് മനസ്സല്ല, ആരോഗ്യമല്ല, അതൊക്കെ വേണം. ഇതിൽ കൂടാനും ഇത് കാണാനും ഇവിടെ എത്താനും ഇവിടെ ഇരിക്കാനും ഇവിടെ കേൾക്കാനും ഇവിടെ പറയാനും ഇവിടെ പറയിപ്പിക്കാനും മനസ്സും വേണം, താല്പര്യവും വേണോ, ആശയും വേണോ, ആഗ്രഹവും വേണോ, ആരോഗ്യവും വേണോ. പക്ഷെ എല്ലാത്തിനേക്കാളും ഇന്നെ വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. അത് ലഭിച്ചവരാണ് നിങ്ങൾ. എല്ലാവർക്കും കിട്ടോ ദുനിയാവില്? എല്ലാവർക്കും നന്മക്കുള്ള തൗഫീഖ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഇല്ലേ സ്വർഗം? പിന്നെ മരിക്കണമെന്നുണ്ടാ? ഇല്ലല്ലോ. നമ്മീന് പരിപാടിക്ക് ചാടി കയറിയിട്ട് കോട്ടും കമ്മീസിട്ട് വരുന്നതല്ല. ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നോക്കിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ AC ഇട്ടിട്ട് കാറും ഷർട്ടും കോട്ടും ഇട്ടിട്ട് പറഞ്ഞിട്ട് വരുന്നതല്ല. അപ്പൊ ആ നല്ലപോലെ നോക്കിയിട്ട് പിടിച്ചിട്ട് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് കേട്ടിട്ട് പിടിച്ചിട്ട് നോക്കിയ ഇൽമ് അതൊരു മട്ടം പോലെ നിങ്ങളോട് പറയണമെന്നും ആ പറഞ്ഞ ഇൽമിൽ നിന്ന് ഒരു കാര്യമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണമെന്നുള്ള വലിയൊരു നിർബന്ധം നമുക്കുണ്ട്. ഇത് കേവലം ഒരു ചടങ്ങല്ലല്ലോ, ഇത് കേവലം ഒരു ചടങ്ങല്ല. ഇത് നമ്മൾ പരസ്പരം കൊടുക്കുന്നു, നിങ്ങൾ വാങ്ങുന്നു, വാങ്ങണം. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ദാനങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്. എങ്കിൽ ആ ദാനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം വിദ്യാദാനമാണ്. അറിവ് പകർന്നു കൊടുക്കുക. ഈടെ ഇരുന്നിട്ട് മുണ്ടെന്നെങ്കിൽ പിന്നെ ഈടെ വരണ. സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ട് നിങ്ങളെ പഞ്ചായത്തിക്കാക്കണമെങ്കിൽ പിന്നെ ഇവിടെ വരണ. അതിന് പുറത്ത് സൗകര്യം ഇല്ലേ? ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. എന്റെ തന്തക്കും തള്ളക്കും ഉണ്ടാവും പെട്ട്, അതൊന്നും സാരമില്ല. എന്നാലും ഇതിനോടൊരു അതവുണ്ട്, അത് നല്ലോണം ഫോളോ ചെയ്യണം. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. നിങ്ങളെ ഇടതും വലുതും അല്ലാന്റെ മലായികത്യങ്ങളുണ്ട്. നിങ്ങളെ കാലിന്റെ അടിയിൽ ചവിട്ടിയ കല്ലുമണ്ണുകൾ പോലും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട്. ഈ സമയം ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഏതുവരെ നിങ്ങളെ കാലിന്റെ അടിയിലുള്ള മണ്ണുകൾ പോലും അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്, റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട്. നല്ലോണം അള്ളാഹിനോട് നമുക്ക് വേണ്ടി റഹ്മത്തിനെ തേടുന്നുണ്ട്. എനിക്ക് ഈ അള്ളാഹിന്റെ തോക്കിക്കൊണ്ട് ഒന്നെടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ എന്തോ വിശ്വാസമില്ല. ഈ പ്രസംഗിക്കുമ്പോ ഇപ്പൊ ഒരു വിശ്വാസം തുടങ്ങി. അതായത് ഈ ഇരിക്കുന്നതന്നെ എതിർലി കുഞ്ഞുമക്കളാണ്. അവർക്കാണെങ്കിൽ വയല് പോകണമെന്നില്ലല്ലോ. ബലിയോനെ വന്നിട്ട് പിന്നെ കിടാനിരുന്നു വയല് കേൾക്കട്ടെ ബാപ്പനെ വന്നിട്ട് പിന്നെ കിടാന്. അത് സ്വർഗത്തിന്റെ പൂക്കളല്ലേ? ഇത് സ്വർഗത്തിന്റെ പുഷ്പങ്ങളാ, അത് സ്വർഗത്തിന്റെ പൂക്കളാ. ഹിജാബത്തുള്ള മനുഷ്യന്മാരാണ് ഈ കുഞ്ഞുമക്കള്. ഹിസാബില്ലാതെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന 2 കൂട്ടരുണ്ട്. 2 കൂട്ടറും ഒരു കണക്കിന് ഒരുപോലെയാണ്. ഒന്ന് കുഞ്ഞുമക്കള്, ഒന്ന് ഭ്രാന്തന്മാര്. അവർക്ക് ഹിസാബില്ല. അവർ ഹിസാബില്ലാതെ അല്ലാഹുവിന്റെ അടുക്ക സ്വർഗത്തിലേക്ക് കടക്കുന്ന മഹാന്മാരാണെന്ന്, ദുആക്ക് ഇജാബത്തുള്ള അഹ്ലുകാരിൽപ്പെട്ടവരാണെന്ന് മുസ്തഫ റസൂലുള്ളാഹ്. സത്യം പറഞ്ഞ 2 ആളും ഒരു കണക്കിന് ഒന്നാണ്. ഒന്ന് ഭ്രാന്തന്, ഒന്ന് കുഞ്ഞുമോന്. സത്യത്തിൽ 2 ആളും ഒന്നായത് ബുദ്ധിയില്ലാത്ത വിഷയത്തിലാണ്. തിരിഞ്ഞ നിനക്ക് ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, നിനക്ക് തിരിയുന്നാ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? അപ്പൊ ഈ കുഞ്ഞുമക്കളുള്ള ഈ മജ്ലിസ് അതൊരു ബർക്കത്തിന്റെ മജ്ലിസാണ്. അപ്പൊ ഈ കിടാക്ക് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കുമ്പോ പിന്നെ ഇങ്ങ് വലിയവരിരുന്നിട്ട് മുണ്ടും പോലെ നമുക്കൊരു വിശ്വാസം പോലെ. അതാണ് നമുക്ക് ഇത്ര പറഞ്ഞ തന്നെ പറയേണ്ടി വരുന്നത്. അല്ലാണ്ട് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ദഹിച്ചോളണമെന്നില്ല. എന്നാലും അങ്ങനെയാണല്ലോ. ഇതിനോടൊരു അഥവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇരിക്കട്ടെ, ഞാൻ ഏതായാലും കണ്ണ് ചിമ്മിട്ട് അങ്ങോട്ട് പോട്ടെ. പിന്നെ മല പറഞ്ഞു നമുക്കറിയാനില്ല. ഏതായാലും അൽഹംദുലില്ലാ ദിക്റിന്റെ മജ്ലിസാണിത്. അള്ളാഹിന്റെ ലോകത്തെ ദിക്റുകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള കൂലിയുള്ള ഏറ്റവും വലിയ ദിക്റ് ഇൽമ പറയല, ഇൽമ കേൾക്കല. ഇത് ഏറ്റവും വലിയ ദിക്റാണ്, ഇത് ഏറ്റവും വലിയ കാര്യമാണ്. വലദിക്റുല്ലാഹി അക്ബർ. ഖുർആനാണല്ലോ, അള്ളാന്റെ ഖുർആനല്ലേ. വലദിക്റുല്ലാഹി അക്ബർ. ദിക്റാണ് ഏറ്റവും വലിയ കാര്യം, അത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ കൽബിന്റെ ഗതി എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ദിക്ർ. വമന്നാറല്ലാഹു അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. ദിക്റില്ലാതെ പോയാൽ അവന്റെ ജീവിതം വളരെ കട്ടപ്പാട് നിറഞ്ഞതാകും. അള്ളാന്റെ ദിക്റില്ലാതെ പോയാൽ അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസമാകും. ദാരിദ്ര്യം നിറഞ്ഞതാകും, മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതാകും. എല്ലാം കൊണ്ടും അവന്റെ ജീവിതം ഒരു പ്രയാസങ്ങൾ നിറഞ്ഞതാകും. വനശ്റുഹു യൗമുൽ ഖിയാമത്തി അമ്മാ. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ദിക്റില്ലാത്ത മനുഷ്യന്മാരെ കുരുടന്മാരായി കൊണ്ടുവരാം.
കണ്ണിന് കാഴ്ചയില്ലാത്തവരായി അന്ധന്മാരായിട്ട് നാളെ പരലോകത്ത് കൊണ്ടുവരാം. ഖാല റബ്ബി ലിമാ ശറതനി യമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതക ആയാതുനാ വനസീതഹാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, ദിക്റില്ലാത്ത മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ഗുണം പിടിക്കില്ല. അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവന് ഒരിക്കലും റാഹത്തുണ്ടാവില്ല. എല്ലാ നിലക്കും ഒരു പിരിമുറുക്കം നിറഞ്ഞതാകും അവന്റെ ജീവിതം. ദിക്റില്ലാത്തവന്റെ ജീവിതം നാളെ പരലോകമോ അതിനേക്കാളും ഭയാനകമാണ്. അവിടെ എല്ലാം കൊണ്ടും കഷ്ടപ്പെടുന്ന നിലക്ക് അവനെ കൊണ്ടുവരപ്പെടുമെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് അവനെ നാളെ കൊണ്ടുവരുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത രൂപത്തില്. ദിക്റില്ലാത്ത മനുഷ്യന്മാർ നാളെ അവിടെ കുരുടന്മാരാണ്. ദിക്റില്ലാത്ത മനുഷ്യന്മാര് നാളെ അവിടെ കണ്ണ് കാണാത്തവരാണ്. അന്ധന്മാരായി നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരകോടി ജനങ്ങളുള്ള പരലോകത്ത് അവരെ നാളെ അവിടെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ എപ്പോഴും ഞങ്ങളെ പായിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് മറ്റുള്ളവർക്കുള്ള പിന്നെ തെറിയോ സല്ലാണത്തോ ലാനത്തോ അല്ല. ഞങ്ങളെ നാവിലെപ്പോഴും തപ്പിക്കളിക്കേണ്ടത് തുള്ളിക്കളിക്കേണ്ടത് ദിക്റാണ്. ബിദിക്രില്ലാഹി തൻബഹിഖുദ്ദുനൂബ് വതൻഫതിഹുൽ ബസൈറു വൽ ഖുലൂബ് ദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ശൈഇൻ കദാ ഖാലൽ ഇലാഹു വൽ ഹബീബ്. ഞങ്ങൾക്ക് എല്ലാ വിജയത്തിന്റെ വഴികളും തുറന്നു തരാനുള്ള കാര്യമാണ്. ദിക്റുകളെ കൊണ്ട് ഏത് കാര്യവും സാധിപ്പിച്ചെടുക്കാൻ കഴിയും. ദിക്റില്ലാതെ പോയാൽ അവിടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബർക്കത്തുമില്ലാതെയാകും. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ആമുഖമായിട്ട് പറയുന്നതാണ്, എന്റെ വിഷയതല്ല, ഞാൻ വിഷയം കണ്ടിട്ടുണ്ട്, ഞാൻ വിഷയം പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട്. ഞാൻ വിഷയത്തിന്റെ ആമുഖമായിട്ട് പറഞ്ഞതിനറിയോ, നിങ്ങൾ ഇരുന്ന ഈ ഇരുത്തം ഇത് ചെറിയതല്ല എന്നൊന്നും കൂടി മനസ്സിലാക്കി തരാനാ. നിങ്ങൾ അറിഞ്ഞോറാണ്, നിങ്ങൾ തിരിഞ്ഞോറാണ്, നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും പിന്നെയും കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെയും ബോധിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഖുർആൻ. ഫദക്കിർ ഇന്ന ഫഅതിൽ ദിക്റാ ഫദക്കിർ ഫദക്കിർ ഇന്ന ഫഅതിൽ ദിക്റാ. അതേ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് നല്ലോണം പറഞ്ഞു കൊടുക്കണം നബിയേ, ധാരാളം പറഞ്ഞു കൊടുക്കണോ. ഒരിക്കലും അവരോട് പറയുന്നത് നിർത്തണ്ട നബിയേ. അവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അവർ വരട്ടെ വരാതിരിക്കട്ടെ, അവർ ഉൾക്കൊള്ളട്ടെ കൊള്ളാതിരിക്കട്ടെ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് കടമയുള്ളത്. അതതിന്റെ മുറ പോലെ പ്രവർത്തിക്കാനും ഉപകാരപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എതിരിൽ വേണ്ട, ഒരു ഇത് നല്ലത്. മജ്ലിസ് ചന്താണോ ചേലാണോ അതൊരു അങ്ങനല്ല അതിന്റെ ബാക്ക് തോന്നിയ പോലെ ഇട്ടുണ്ട്. അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ആയിപ്പോട്ടെ. അല്ല, അതിനൊരു ചന്തം പോകണം. ഏതൊരു കാര്യവും പ്രത്യേകിച്ച് അമല് അത് ചന്തം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഒട്ടാരെ ഒരു നിസ്കാരം ഒട്ടാരെ തോന്നിയ പോലെ ഒരു ഇരുത്തം കാണുന്നില്ലേ. ഓരോരുത്തർ ജുമാക്ക് വന്നിട്ട് നിസ്കരിക്കുന്ന കാണുന്നില്ലേ, കാള് ബെണ്ടാക്കിയിട്ട് നടുബെന്താക്കിയിട്ട് എന്തെല്ലോ കോലത്തിൽ നായിരുന്ന പോലെ പൂച്ചിരുന്ന പോലെ. അവന് തലങ്ങണി കിട്ടിനും ആടനെ ഉറങ്ങട്ടെ പറഞ്ഞതാ. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ലേ, ചിരിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾ തന്നെ ഉറങ്ങിനാന്ന്. നമ്മളെ പള്ളിനുള്ളിൽ കാണുന്ന കോലാണ്. ഞാൻ ബനീശ്വരന്റെ കഥ പറയുന്നതല്ലേ, ഞാൻ എന്റെ നാട് മുഗറാലോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തിന്റെ കഥ പറയുന്നതല്ലേ, ഞാൻ നിങ്ങളുടെ നാട്ടൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെന്ന് നമുക്കറിയും. അത് ഉള്ളത് പറഞ്ഞാൽ ഉമ്മാക്ക് പിടിക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെല്ലാതിരിക്കാൻ കഴിയും? ചെല്ലാതിരിക്കാൻ കഴിയാലല്ലോ. ഏതൊരു കാര്യവും അതിന് അതിൻ്റെതായ ഒരു ചന്തവും ചേലും ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികൾക്ക് ഇമാമായിട്ട് നിൽക്കുന്നു. ഹബീബായ നബി തങ്ങളെ നിസ്കാരത്തിന് ഇമാമായി നിന്ന നേരം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ സഹാബികൾ നിൽക്കുന്ന സഫിന്റെ ഇടയിൽ അതാ വിടവ് കാണുകയാണ്. ഫുർജത്താൻ, അവിടെ ഒരു വിടവ്, ഒരാൾക്ക് നിൽക്കാനൊക്കത്തെ ഗ്യാപ്പുണ്ട്. ഹബീബായ നബി തങ്ങളത് കണ്ട നേരത്തെ തിരിഞ്ഞു നോക്കിയ റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു. ഗാംഭീര്യമുള്ള മുഖമായി, ദേഷ്യപ്പെട്ട മുഖമായി ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം അങ്ങനെ വിടവാ പാടില്ല. അത് ഇബാദത്തിന് പറ്റിയ രൂപമല്ല, ഇബാദത്തിന്റെ ചേലല്ല, അതൊരു ചന്തമല്ല. വിടവ് പാടില്ല. നിങ്ങളെ സഫ നിങ്ങൾ ശരിയാക്കുക, ക്ലിയറാക്കുക, തോളോട് തോൾ ചേർന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കണ്ടി, അല്ലാണ്ട് കടകാളം നോക്കേണ്ടിയതല്ല. തോളോട് തോൾ ചേർന്ന് നോക്കാം.
പിന്നെ മുണ്ടെന്നോരെല്ലാം കുറച്ച് ബാക്ക് പോയിട്ട് മുണ്ടിക്കോളി. ഒട്ടാരൊരു മുണ്ടുന്നത് സ്വർഗത്തിന്റെ തൊപ്പില് പിന്നെയും ഇങ്ങനെ. അതിന് മുണ്ടെന്ന് അത്യാവശ്യം മുണ്ടിട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ. ഇൽമിന്റെ മജ്ലിസിൽ JCBന്റെ ഇടയിൽ ബോർവെൽ ഇട്ടാൽ എന്താവും? ആരോ കൂടുതൽ ചിരിക്കുന്നു തോന്നില്ലേ? അല്ല, അങ്ങനല്ല. ഒരു കാര്യം നടക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഒന്നൊരു ചേലല്ല, ഒരു ചന്തോ അല്ല. പ്രത്യേകിച്ച് ഇൽമ് അത് വളരെ അച്ചടക്കത്തോ അതപെന്നത് വലിയ കാര്യമാണ്. നമുക്കില്ലാതെ പോയതോ തന്നെയാണ്. ഞങ്ങൾക്ക് നിസ്കാരമുണ്ട്. നിസ്കാരത്തിൽ ഇപ്പൊ ആർക്കും അമ്മയുള്ള നമ്മൾ ഓരോ ചക്കന്മാരും ഓരോ വയസ്സന്മാരും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നല്ല മട്ടം പോലത്തെ നിസ്കാരമാണ്. ഇഷ്ടം പോലെ നിസ്കാരമുണ്ട്, ധാരാളം ഓതുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബഹുമാനമില്ല. ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് സഹാബികൾക്ക് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ഇജ്ലിസൂ എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ഇരുന്നു. പക്ഷേ നബി തങ്ങൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് ആര് കേട്ടറിയാ? അങ്ങകലെ നടന്നു വരുന്ന മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ കേട്ടോ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളും കേട്ടോ. ഇജ്ലിസോ, ഇരുന്നോളോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ദൂരെ നിന്ന് കേട്ട മഹാനർ അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു. പള്ളിയിലേക്ക് എത്താൻ നോക്കിയില്ല. ചോദിക്കപ്പെട്ട നേരത്ത് പറഞ്ഞത് നബി തങ്ങൾ ഇരിക്കാനല്ലേ പറഞ്ഞേ? അത് പാലിക്കൽ എന്റെ അതപാട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ നടക്കരുത്, പിന്നെ ഇരിക്കരുത്, പിന്നെ ചാടരുത്, പിന്നെ മിണ്ടരുത്. എന്താണ് ബക്കറ്റ്? എന്താണിപ്പോ? അല്ല വേണോ? സംഘാടകരുടെ ആവശ്യമാണ്, ചെയ്യേണ്ടതാണത്. ബക്കറ്റും കാര്യങ്ങളും കവറൊക്കെ ഇൻഷാ അല്ലാഹ് സമയമായി തുടങ്ങിയത്രല്ലേ? ഇൻഷാ അല്ലാഹ് മറ്റം പോലെ ഞാൻ ചെല്ല എല്ലാം ഓർമ്മയുണ്ട്, ഒന്നും വിടല്ല. ഞാൻ ബിയാർച്ചനെക്കാളും സ്വന്തമാക്കും. നിങ്ങത് വരുന്നെങ്കിലേ നിങ്ങൾ കേക്ക് നിങ്ങൾ കവർ തന്നെ എണ്ണിക്കൊണ്ടിരുന്ന നിങ്ങൾ സംഗതി അടക്കും. വയല് കേക്ക് കുറച്ചു നേരം വയല് കേക്ക്, പിന്നെ നമുക്ക് വേണ്ടി പോലെ ആക്കാം. കാരണം ഇതങ്ങനെ വെക്കുന്ന പരിപാടി ഒന്നല്ല, ഇത് ഇബാദത്താ. ഞാൻ പറഞ്ഞല്ലോ, 2 റക്അത്ത് ആ പള്ളിയിൽ കയറിയിട്ട് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നു. കൂട്ടിക്കവിടെ അവിടെ ഇപ്പൊ ഒരാൾ ഓൾറെഡി ഇപ്പൊ ഓൺലൈനിൽ ഇപ്പൊ ലൈവായിട്ട് അവിടെ ഒരാൾ 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു. നീണ്ട സുജൂദ്, നീണ്ട റുകൂ ചെയ്യുന്നു. ഒന്ന് കൂട്ടിക്കോളൂ. എങ്കിൽ ആ നിസ്കാരത്തിനേക്കാളേറെ അല്ലാഹ് ഇഷ്ടപ്പെട്ട അമൽ ഈ ഇരുത്തമാണ്, ഈ കേൾക്കലാണ്. കാരണം ഇത് ഇൽമാണ്, അല്ലാഹുവിന്റെ നൂറാണ്. അവിടെ നിസ്കരിക്കണമെങ്കിലും ഇവിടെ ഇൽമ പഠിക്കണ്ടേ, അവിടെ നോമ്പ് നോക്കണമെങ്കിലും ഇവിടെ ഇൽമ വേണ്ടേ, അവിടെ ഹജ്ജ് ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് ഇൽമ വേണ്ടേ, അവിടെ ദിക്ർ ചൊല്ലാനും ഇവിടെ നിന്നുള്ള ഇൽമ വേണ്ടേ. ഇൽമാണ് ഏറ്റവും പ്രധാനം. വമയ്യകും ബി ഗൈരി ഇൽമി അമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. മഹാന്മാർ പറഞ്ഞങ്ങനെയാണ്, അറിവില്ലാതെ കണ്ട് തോന്നിയതുപോലെ അവനവന് തോന്നിയതുപോലെ ഷർത്തറിയില്ല, ഫർളറിയില്ല, വിധിവിധാനങ്ങൾ അറിയില്ല, രൂപഭാവങ്ങൾ അറിയില്ല, കൈഫിയത്ത് അറിയില്ല, സൂറത്ത് അറിയില്ല. തോന്നിയതുപോലെയുള്ള നിസ്കാരമാണെങ്കിൽ, തോന്നിയതുപോലെയുള്ള നോമ്പാണെങ്കിൽ, തോന്നിയതുപോലെയുള്ള ദിക്റുകളാണെങ്കിൽ, തോന്നിയതുപോലെയുള്ള ഖുർആൻ പാരായണമാണെങ്കിൽ അല്ലാഹുക്ക് വേണ്ട, അത് സ്വീകരിക്കപ്പെടുകയില്ല. അമാലുഹു മർദൂദ. ഏതൊരു അമലും തള്ളപ്പെട്ടതാണ്, തള്ളപ്പെടുന്നതാണ്, നിഷ്ഫലമാണ്, ഫലശൂന്യമാണ്. ആ കഷ്ടപ്പാട് ഭർത്താവിലാണ്, വെറുതെയാണ്. എന്തുകൊണ്ട്? ഇൽമില്ലാതെ കണ്ട് ചെയ്യുന്നതാണ്. ഇൽമാണ് കാര്യം, ഇൽമാണ് കാര്യം. അതാ പറയുന്ന മദ്രസ 7ാം ക്ലാസ് ഉണ്ടെങ്കിൽ മതി ഒരു ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ വന്നോരല്ലേ ഇരുന്നോളൂ, ഇരുന്നോളൂ പ്ലീസ്, ഇരുന്നോളൂ. ഏനൊരു ക്ലാസ് ഒരു ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ കയലാഞ്ചലിറ്റി 8ാം ക്ലാസ് ക്യാൻസൽ ആക്കുന്ന കുറെ നാട്ടുകാരുണ്ട്. ഇവിടെ എത്രാം ക്ലാസ്സുകളുണ്ട്? ഇവിടെ മാഷാ അല്ലാഹ്, നിങ്ങൾ എത്ര അഭിനന്ദിക്കണോ? ചിലയിടത്തോളം വലിയ മൾട്ടിക്കാറാണ്, വലിയ കമ്മിറ്റിയുണ്ട്. ദുബായ് കമ്മിറ്റി, അബുദാബി, ഖത്തർ കമ്മിറ്റി, അമേരിക്കൻ കമ്മിറ്റി വരെ ഉണ്ട്. എന്നിട്ട് മദ്രസ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ് തുടങ്ങുമ്പോൾ ചെന്നും പറഞ്ഞ കമ്മിറ്റിക്കാർ മതി ഉസ്താദ്, കാരണം ഒരു ഉസ്താദിനെ വെക്കാൻ തക്ക കപ്പാസിറ്റി ഇല്ല. പിന്നെ അമേരിക്കത്തെ കമ്പനി അതിന് ഉള്ളിതല്ല. അല്ല, കമ്മിറ്റി എല്ലായിടത്തും ഉണ്ട്. ഞാൻ ശരിക്കാൻ പറയുന്നതല്ല, അത്ര മതിയാണ്. കാരണം ഇൽമ അത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ഇൽമിനോട് പള്ളി കേട്ടോ. സത്യം പറഞ്ഞാൽ കാൽഡടിയിൽ പള്ളിയല്ല കെട്ടേണ്ടിയത്, കാൽഡടിയിൽ വേണ്ടിയത് മദ്രസയാണ്, കലാലയങ്ങള്, മതകലാലയങ്ങള്, അതാണ് വേണ്ടത്. പള്ളികൾ ദൂരെ വേണം. കാരണം കൂടുതൽ നടന്നെങ്കിലാണ് ഏറെ കൂലി പള്ളിക്ക്. നിങ്ങൾ അവിടെ പള്ളി കെട്ടി നമ്മൾ നടത്തും ഷോട്ടാന്നല്ലേ പറയുന്നതല്ലേ? നിങ്ങൾക്കെന്തും തിരിഞ്ഞിട്ടേ ഇല്ലേ? അല്ല, നിങ്ങൾ ഈ ദമ്മ് പിടിച്ചിട്ടിരുന്ന് ചിരിക്കാൻ മാത്രമാണല്ലോ ഭയങ്കര ഉഷാറ്. വേറെന്തെങ്കിലും ഒരു ഇപ്പോഴെന്തെങ്കിലും ഒരു പസ്ത തലല്ലാട്ടി പൊളിയാവല്ലേ? തിരിഞ്ഞെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ എസ്സോർണോ അല്ല. ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളിങ്ങനെ ബായ് വളർന്നിട്ട് കേൾക്കാൻ ഇത് പാട്ടൊന്നും അല്ല.
ഇത് നിങ്ങൾ നല്ലപോലെ സ്വീകരിക്കണം. ഇത് നിങ്ങൾക്ക് 2 മണിക്കൂർ കേട്ടിട്ട് ഒരു വിഷയമെങ്കിലും നിങ്ങൾക്ക് നാളെ പഠിക്കാൻ കിട്ടണം. 2 മണിക്കൂറിൻ്റെതും പഠിക്കാൻ കിട്ടണം ഞാൻ പറയുന്നില്ല. ഒരു വിഷയമെങ്കിലും നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. എനിക്കും നിങ്ങൾക്കും 2 കൂട്ടർക്കും ഇത് ഉപകാരപ്പെടണം. അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ടിഷ്യൂ പേപ്പർ കേട്ടോ. തങ്ങളെ പഠിപ്പിച്ചു. അതബ് വലിയ കാര്യമാണ്. അതബ് വലിയ കാര്യമാണ്. പള്ളികളുടെ മുമ്പില്, മദ്രസകളുടെ മുമ്പില്, ആലിമീങ്ങളുടെ മുമ്പില്, വയസ്സുള്ളവരുടെ മുമ്പില്, പ്രായമുള്ളവരുടെ മുമ്പില്, നാടിന്റെ അധികാരസ്ഥന്മാരായ സമുദായത്തിന്റെ ഉമറാക്കളായ കമ്മിറ്റിക്കാരുടെ മുമ്പില്, ഉമ്മവാപ്പാന്റെ മുമ്പില്, അധ്യാപകന്മാരുടെ മുമ്പില്, അവരുടെ മുമ്പിലെല്ലാം നല്ലോണം അതബ് വേണം, ബഹുമാനം വേണം. ബഹുമാനം എന്നത് വലിയ കാര്യമാണ്. അവരുടെ മുമ്പിൽ കുട്ടിക്കളി പാടില്ല. തോന്നിയതുപോലെ നടക്കാനോ സംസാരിക്കാനോ പാടില്ല. നല്ല സംസ്കാരം ഉണ്ടാക്കേണ്ടത്, നല്ല അതബും ഗുരുത്വത്തോടെ പെരുമാറേണ്ടത് ആ മഹാന്മാരുടെ മുമ്പിലാണ്. പള്ളികളുടെ മുമ്പില്, മദ്രസകളുടെ മുമ്പില്, മഹാന്മാരുടെ മുമ്പില്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കണ്ടില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. സഹാബാ, നബി തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വെച്ചും മിണ്ടണ്ട, ശബ്ദമുയർത്തി സംസാരിക്കണ്ട. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തൊണ്ട കീറണ്ട, ആർക്കണ്ട, വെച്ചുമുണ്ടണ്ട. അങ്ങനെ മിണ്ടിയാലോ അത് റസൂലുള്ളയാണ്, അത് അല്ലാഹുവിന്റെ ഹബീബാണ്, അത് അല്ലാഹുവിന്റെ മഹാനാണ്. അവരുടെ മുമ്പിൽ അങ്ങനെ ശബ്ദമുയർത്താനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ നിങ്ങളാ അമലുകൾ ബാക്കിലാകും കേട്ടോ. നാളെ പരലോകത്തേക്ക് അത് ഉപകാരപ്പെടില്ല. പരിശുദ്ധ ഖുർആനാണ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദം പോലും ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എല്ലാം ഒരുപോലെ അല്ലല്ലോ. പെറ്റുമ്മയും കഷ്ടപ്പാടിന്റെ നെല്ലപ്പടി കണ്ട് പോറ്റി വളർത്തിയ ബാപ്പയും ഒരുപോലെയാണോ? ഇപ്പൊ ഇന്നലെ കഴിഞ്ഞല്ലോ, വിഷയങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഞാൻ ആവശ്യം പറയില്ല, എന്നാലും അവരെല്ലാം ഒരുപോലെ അല്ലല്ലോ. പള്ളികളും പറമ്പും എല്ലാം ഒരുപോലെയാണോ? അല്ല. പള്ളികളുടെ മുമ്പിൽ അങ്ങനെ നടക്കാൻ പാടില്ല. നല്ല അടക്കവും ഒതുക്കമൊക്കെ വേണം. അതിന്റെ മുമ്പിൽ നടക്കുമ്പോ വിഷയം പറയുമ്പോ 3/4 ഷെഡ് ഇട്ടിട്ട് പള്ളിന് മുമ്പിൽ വരാൻ പാടുണ്ട. ആരുസ്ത വന്നേ? നിങ്ങളല്ല. നിങ്ങൾ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങൾ വന്ന് ഞാൻ നിങ്ങൾ തന്നെ അടുത്ത കൊല്ലത്തേക്ക് വിളിച്ചില്ലെങ്കിലേ ഇനിയിപ്പോ എന്താക്കാനല്ലേ? ആന കുതിരാക്കാനൊന്നുമില്ല. നിങ്ങൾ തന്നെ പീസാക്കിയിട്ട് കടത്തോത്തേക്ക്. അങ്ങനെ വരാൻ പാടില്ല. വന്നിട്ടില്ല, ആരും വരാൻ പാടില്ല. പള്ളികളുടെ മുമ്പിൽ അങ്ങനെ പാടില്ല. ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. മദ്രസകളുടെ മുമ്പിൽ വന്നിട്ട് തോന്നിയതുപോലെ പെരുമാറാൻ പാടില്ല. മുതിർന്നവർ, വലിയവര്, പ്രായമുള്ളവര്, അവരുടെ മുമ്പിൽ അടക്കോ ഒതുക്കവും ഇല്ലാതെ പെരുമാറരുത്. അതബെന്നത് ഇസ്ലാമിന്റെ കാതലാണ്. മര്യാദ എന്നത് ഈമാനാണ്. വമൻ യുഅല്ലിം ശഅائറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാന്റെ ദീനിന്റെ ശിആറുകളെ അവൻ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതിനെ ബഹുമാനിക്കണം. അതാണ് ഈമാന്. നിസ്കാരം മാത്രമല്ല ഈമാന്, ഓത്തും വൈത്തും മാത്രമല്ല ഈമാന്, ഈ ഇരുത്തം മാത്രമല്ല ഈമാന്. ഇതിനോട് കാണിക്കുന്ന അച്ചടക്കവും ബഹുമാനവും അതും ഈമാനാണ്. അള്ളാഹു ഞങ്ങൾ കബൂലാക്കട്ടെ. കരകളഞ്ഞ ഈമാനിന്റെ ഹരികാരാകണം ഞാനും നിങ്ങളും. നല്ല ഈമാൻ, ഒന്നൊന്നര ഈമാൻ. കഷ്ടപ്പാട് വരുന്ന സമയത്ത് മാത്രം അള്ളാന്റെ ഈമാന് വന്നാ പോരല്ല. കഷ്ടപ്പാട് വരുമ്പോ മാത്രം ദിക്റുള്ളവരായ പോരല്ലോ. അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് അള്ളാന്റെ ഓർമ്മയും ബദ്ർ മൗലിദ് ഓതണമെന്നും, അജ്മീർ ഹാജാക്ക് ഫാത്തിഹ ഓതണമെന്നും, ഖിദർ നബിന്റെ മൗലിദ് ഓതണമെന്നും, മജ്ലിസ് നൂറ് കഴിക്കണമെന്നും, പള്ളിക്ക് 10 റുപ്യ സദഖ കൊടുക്കണമെന്നല്ല ഓർമ്മ വരുന്നപ്പോ എന്തെങ്കിലും ആണോ? ഒന്നെങ്കിലും മൊബൈലിൽ പീടി തുടങ്ങിയിട്ട് 5 പൈസയുടെ കോണയില്ലാണ്ടാണോ? അല്ലെങ്കിൽ ദുബൈക്ക് പോയിട്ട് 3 മാസമായി പണിയും ശരിയായിട്ടില്ല, വിസയും അടിക്കുന്ന കാണുന്നില്ല. അപ്പോഴാണ് എങ്ങോട്ടോ അപ്പോഴാണ് എന്താണ് വിസയും കാര്യങ്ങളൊക്കെ അവിടെ പൊട്ടിന്റെ ശേഷമാണ് ചങ്ങൈക്കിടെ ഖത്തീബിന്റെ 50 കൊടുക്കണോ 100 കൊടുക്കണോ എന്നല്ല ഓർമ്മ വന്നു. സത്യത്തിൽ അത് തുടക്കത്തിലേ വേണ്ടതാണ്. ഞങ്ങൾ ഈ സങ്കടബന്ധാക വെങ്കട്ടരമണ എന്ന് പറയലുണ്ട്. നിങ്ങൾ കേട്ടനാന്തോ? കഷ്ടകാലം വരുമ്പോഴാണ് അള്ളാഹും റസൂലും ഔലിയാവും ബദരീങ്ങളും മജ്ലിസുന്നൂറും നേർച്ചയും പത്രവും ഇറച്ചും. നല്ല കാലത്ത് ആനകാലത്ത് എന്തുമില്ല. അള്ളാഹും വേണ്ട, റസൂലും വേണ്ട, പള്ളിയില്ല, എന്തുമില്ല. കയ്യിൽ നല്ല കാശുമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. നാളെങ്ങാനും എന്തോ തലയിരിഞ്ഞ്
തലയുറ്റുന്നു എന്തോ ആയിന്ന് പറഞ്ഞിട്ട് ആശുപത്രിക്ക് പോയിട്ടാകുമ്പോൾ ഡോക്ടർ എങ്ങാനും ഷുഗർ നല്ലോണം ഉണ്ടല്ലോ 450 എന്ന് പറഞ്ഞാൽ അപ്പോ ഖൽദർ നബിക്ക് ഒരു വാർത്തയാണ്. അത് മിന്നെ ഫസ്റ്റേ തുടങ്ങിയെങ്കിൽ ഓന് 450 ആവല്ലേ. ഓൻ തുടങ്ങിയെന്നപ്പോ സംക്കട്ട ബന്ധാക വെങ്കട്ടരമണാക്കിയതാണ്. അതാണ് പ്രശ്നമായത്. തുടക്കത്തിലേ അള്ളാന്റെ ബോധം വേണം. ആ ഈമാൻ വേണം നമുക്ക്. കരകളഞ്ഞ ഈമാൻ, ആരുടെ മുമ്പിലും മടിപതറാത്ത ഈമാൻ, ഒരാളുടെ കീഴിലും മടിയറവ് പറയാത്ത ഈമാൻ, ഏത് സമയത്തും നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും, ആരോഗ്യകാലത്തും അനാരോഗ്യകാലത്തും, ആരോഗ്യകാലത്തും രോഗകാലത്തും, സന്താപകാലത്തും സമ്പന്നകാലത്തും, ഏത് സമയത്തും രാവുകളിലും പകലുകളിലും, ഒറ്റക്കുള്ള സമയത്തും കൂട്ടത്തിലിരിക്കുന്ന നേരത്തും നമ്മുടെ ഈമാന് ക്ലിയർ ആകണം. അല്ലാതെ ആൾക്കാരെ മുമ്പിൽ മാത്രം വലിയ ഈമാൻദാരിയായിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഞങ്ങളെ ഈമാന് നന്നായിട്ട് പ്രകടമാകേണ്ടത്. ഞങ്ങളെ ഈമാന് പുറത്തേക്ക് കാണേണ്ടത്. അള്ളാന്റെ പേടിയും അവന്റെ ബോധവും നന്നായിട്ട് വരേണ്ടത് ഒറ്റക്കിരിക്കുന്ന സമയമാണ്, ആരുമില്ലാതിരിക്കുന്ന നേരമാണ്. ചോദിക്കട്ടെ, ആ സമയത്ത് ഞങ്ങൾക്ക് അള്ളാന്റെ പേടി വരികയാണോ? ഒറ്റക്കിരിക്കുന്ന നേരത്താണോ നമുക്ക് അള്ളാന്റെ ബോധം വരുന്നത്? ഒറ്റക്കിരിക്കുന്ന നേരത്താണോ ഞങ്ങൾക്ക് തസ്ബീഹ് ചെല്ലാൻ തോന്നുന്നത്? അല്ലല്ലോ, ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഉള്ള എംപി എല്ലാം കാലിയാന്ന്. ഒറ്റക്കിരിക്കുന്ന നേരത്താണ് ഉള്ള എംപി എല്ലാം കാലിയാന്ന്. ഒറ്റക്കിരിക്കുന്ന നേരത്തെ ദിക്റില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും നബിമാർ പോലും പേടിച്ചു പറക്കുന്ന പരലോകം. ആ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് കൊടുക്കപ്പെടുന്ന നൽകപ്പെടുന്ന 7 വിഭാഗമുണ്ട്. 7 കൂട്ടരുണ്ട്. അതിൽ ഒരാൾ ആരറിയുമോ? ذكر الله خاليا ففاضت عيناه حبيب الورى رسول الله. ഏകാന്തതയിലിരുന്ന് ഒറ്റക്കിരുന്ന്, ആരുമില്ല, പരിസരത്ത് ആരുമില്ല, ഇഷ്ടംപോലെ എംപി ഉണ്ട്, GB ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. ഏത് നിലക്കും ആ ഒറ്റക്കുള്ള സമയം ഉപയോഗപ്പെടുത്താൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനൊന്നും മെനക്കെടാതെ അവനല്ലാനെ ഓർക്കുന്നു, അവനതാ ദിക്ർ ചൊല്ലുന്നു. അവന്റെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒഴുകുന്നു. ഒറ്റക്കിരുന്നിട്ട് അല്ലാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ അയാൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്കുള്ള സമയം അത് ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ കാണുമ്പോൾ മാത്രം വലിയ ഈമാൻദാരി ആയിട്ട് കാര്യമില്ല. കാണുന്നില്ല ഓരോന്ന്, തൊപ്പിയെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ വിചാരിക്കണോ ഔലിയാന്റെ കുഞ്ഞിന്ന്. പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ച 200 ഇശാ നിസ്കരിച്ച് വന്നോറുന്ന ഓക്കെ, നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ആ ഉറപ്പേ ഇല്ല. ഞാനൊരു ഉറപ്പിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈമാനങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഈമാനും ഇസ്ലാമും. ഇപ്പൊ മംഗളത്തിനിടെ നോക്കിയാലോ നിങ്ങൾ 10, 11, 12 മണിയോളം എന്ത് ഈമാനും ഇസ്ലാമാണ്. ബുർദ, മജ്ലിസുന്നൂർ, തങ്ങ, ആളി, ഉസ്താദ് എല്ലാവരും ഉണ്ട്. 10, 11, 29 11 നിക്കാഹ്. 10, 11, 11:30, 11:30 ആവുന്ന സമയത്ത് അതാ പുതിയാപ്പിള വന്നോ, മഹദീമാൻ വന്ന പോലെ, അവന്റെ ബാക്കുന്നവന്റെ പാപ്പയും വന്നു, ഈസാ നബി വന്ന പോലെ. അല്ല, ഈമാന്റെ കിടപ്പ ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങളെ പരനുള്ളിൽ നടക്കുന്ന ഈമാന്റെ ടൈം പറയുന്നയാ. ഞങ്ങളെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാകുന്ന ചില നേരങ്ങൾ. അങ്ങനെ 11:30 മണിക്ക് നിക്കാഹ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവസാനം 12:40 ഉള്ള ചോറെല്ലാം കാലിയായി, എല്ലാം തീർന്ന് അവസാനം പുതിയാപ്പിള പോണ്ടിയോ ബറിന്റെ സമയം. അതാ പൊട്ടി, പുക, ജഗപൊക, പടക്കം, കൂക്കല്, വിളി, ബൈക്ക് റേസ്, നാടകം. ചിരിക്കാൻ പറയുന്നതല്ല, കുഞ്ഞുമക്കളെ ബാക്കിലാക്കണം. ചിരിക്കുന്നെങ്കിൽ ബാക്ക് പോകണം. കമ്മിറ്റിക്കാർ ഇതിനെതിരെ നല്ല നടപടി എടുക്കണം. ഇത് വയൽ പറയേണ്ട വിഷയമല്ല. ഇത് ഞങ്ങളുടെ 2 മണിക്കൂർ വയൽ പറഞ്ഞിട്ട് കൂക്കിയിട്ടും താണ പോകുന്ന വിഷയമൊന്നുമല്ല. ഇനി കമ്മിറ്റിക്കാർ ചെന്ന് കൂട്ടിട്ടുണ്ട്. ഓർക്കെന്ത് പണിയുടെ ഹൗദിന്റെ വെള്ളം കാലിയാനും നോക്കുന്ന പണിയല്ല. ഹൗദിന്റെ വെള്ളം കാലിയായി മുക്രിയുണ്ടാവും കൂട്ടാൻ. അതിന് കമ്മിറ്റി വേണമെന്നില്ല. അതിന് 35 ആൾ മെമ്പർ ആയിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറിയുള്ള കമ്മിറ്റി വേണം. സ്വിച്ച് ബോർഡ് നേരാക്കാൻ ഒരു മോനമാണെന്ന കലയില്ല, കറണ്ട് അതിന് കമ്മിറ്റി വേണം. അതിന് കമ്മിറ്റി വേണ്ട. കമ്മിറ്റി വേണ്ടത് സമുദായത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ്, തീരുമാനിക്കാൻ. കേൾക്കണമല്ലോ, അതല്ലേ നേതൃത്വം. കേൾക്കുന്നില്ല പിന്നെ നിങ്ങൾ കേൾക്കണം. കേൾക്കുന്നില്ലെങ്കിൽ ആ രജിസ്ട്രി എന്ന കടലാസ് കീറി മുറിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ചങ്ങായിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഈ ചങ്ങായി ഒപ്പിട്ട് കൊടുത്തിട്ടായി എന്ത് മംഗളത്തിന്റെ രജിസ്ട്രേഷൻ കൊടുക്കാൻ പാടില്ല. അത് വിവാഹം എന്നത് പുള്ളന്മാരെ കളിയല്ല, കുട്ടികളിയല്ല.
അനാചാരങ്ങൾ കൊടികുത്തി പാടുന്നു എല്ലാ സന്ദർഭങ്ങളിലും. അത് ഉറൂസിന്റെ ഇവിടെയാണെങ്കിലും പാടില്ല, അത് വിവാഹ പന്തലിലാണെങ്കിലും പാടില്ല, അത് വഅലിന്റെ ഇവിടെയാണെങ്കിലും പാടില്ല. സമുദായമേ, ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. ഖൈറു ഉമ്മ കുൻതും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. ഇന്ന് മറ്റുള്ളവർക്ക് റോൾ മോഡലായിട്ടുള്ള സമുദായമാണ്. നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം. ഇന്നിപ്പോ കാണുമ്പോ ഒരു ചന്തവും ചേലും ഞങ്ങളെ മങ്ങാല മറ്റുള്ളവന്റെ മങ്ങാല, മാപ്പിള ജാതിന്റെ മങ്ങാല അല്ല മറ്റുള്ള ഞമ്മളെ മങ്ങാല അല്ല മറ്റുള്ളവന്റെ മങ്ങാല. ഒരു ചേലും കോലും ഒരു അടക്കും ഒതുക്കും. സത്യത്തില് ഞങ്ങളെ മങ്ങാല ആരെയല്ല ഞങ്ങളെ മംഗലം. നിങ്ങൾ ഞങ്ങളെ മംഗലത്തിൽ കൂടിക്കാപ്പോ ഞങ്ങളെ മംഗലത്തിന്റെ കോലം ഇത് കാണുന്നില്ലേ? അതൊരു മംഗലാണോ? സത്യം പറഞ്ഞ മംഗലം ഇബാദത്തല്ലേ, ഒരു അമലല്ലേ? ആ ഒരു അക്കത്, ആ ഒരു നിക്കാഹ്, അത് ഏറ്റവും വലിയൊരു അമലല്ലേ? ആ അമലിനൊരു ആഭാസമാക്കി മാറ്റിയില്ലേ നമ്മ? സത്യം പറഞ്ഞാൽ മറ്റോരത്ര പണി നമുക്കുണ്ടായില്ല. ക്രിസ്ത്യാനികളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാ. കുർബാനയും അതും ഇതല്ലായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി ഹൈന്ദവരുടെ വിവാഹം തന്നെ, അവർക്കും അങ്ങനെ താലികെട്ടലും അതും ഇതും മുഹൂർത്തം നോക്കലെല്ലാം നോക്കിയിട്ടുള്ള ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ്. ഒരു 1/4 മണിക്കൂറിലേറെ എങ്ങനെയുണ്ട്. ഞങ്ങളെ വിവാഹം 5 മിനിറ്റിന്റെ പണിയാ. എത്ര മിനിറ്റായി ഇവിടെ? എന്നിട്ട് മറ്റുള്ളവരെ മംഗലത്തിൽ ചന്തത്തിൽ നടക്കുന്നു നോക്കിയാൽ 3/4 മണിക്കൂറോളം നടന്നിട്ടുള്ള ചടങ്ങിന്റെ കാര്യം എത്ര അച്ചടക്കത്തിലും മട്ടത്തിലുമാണ്. നമ്മളിതോ 5 മിനിറ്റ് തീരേണ്ട പണി, എന്നിട്ട് മംഗലം കഴിഞ്ഞിട്ട് 4 നാളെ ഇന്നൊരു തീർന്നിട്ടില്ല. പിറ്റേന്ന് മറ്റേ മംഗലം, അതിന്റെ ഒരു നാട്ടിൽ പിന്നെ ഈ മംഗലം, കടപ്പുറത്ത് മംഗലം, ബീച്ചിൽ വേറെ, ഫ്രണ്ട്സിനെ കൊണ്ടിട്ട് വേറെ, അത് ഇത് മറ്റത് മറിച്ചത്. ഇത് ഞാൻ വേറെ പറയുന്ന വിഷയമല്ല, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന വിഷയമാണിത്. പിന്നെ വന്ന കൊറോണ പോവാ, തുർക്കിയിൽ നടന്ന ഭൂകമ്പം ഇവിടെയും വരെയല്ലേ? തീർച്ചയായിട്ടും വരുമല്ല. റബ്ബിനതൊരു പണിയല്ല. ഞങ്ങൾ അല്ലാഹനെ മറക്കുന്നുവോ, അവന്റെ ദീനിന്റെ നിയമങ്ങള്, നിർദ്ദേശങ്ങള്, അവന്റെ ശരീഅത്തിന്റെ നിയമങ്ങള് എന്ന് ഞങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ജീവിക്കുന്നുവോ, തോന്നിയതുപോലെ ജീവിക്കുന്നുവോ, അവിടെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുസീബത്തുണ്ട്. പരിശുദ്ധ ഖുർആനാണ്. നല്ല പോലെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. പരിശുദ്ധ ഖുർആൻ പറയുകയാ, നിങ്ങൾക്കതാ അല്ലാഹുവിന്റെ മുസീബത്ത് ഇറങ്ങുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അല്ലാതെ അല്ലാഹു തആലാക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല, അല്ലാഹു തആലാക്ക് നിങ്ങളെ വെടിഞ്ഞിട്ടല്ല, അല്ലാഹു തആലാക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അതെ അതെ, നിങ്ങൾ ചെയ്ത ഓരോ നിന്റെ പ്രവർത്തന ഫലമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്മാർ ചെയ്തതായ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. കണ്ടില്ലേ നിങ്ങളെ പെണ്ണുങ്ങളെ കോലം കണ്ടില്ലേ? വാട്സപ്പ് നോക്കിയാലും, ഫേസ്ബുക്ക് നോക്കിയാലും, ട്വിറ്റർ നോക്കിയാലും, ഇൻസ്റ്റാഗ്രാം നോക്കിയാലും, സ്നാപ്ചാറ്റ് നോക്കിയാലും, സ്നാപ്ഷൂട്ട് നോക്കിയാലും, അവിടെയെല്ലാം സെൽഫി എടുക്കുന്നവരും ഡാൻസ് കളിക്കുന്നവരും, മറ്റുള്ളവനെ ജാതി നോക്കാതെ മതം നോക്കാതെ കൈ കൊടുക്കുന്നവനും ആലിംഗനം ചെയ്യുന്നവളും കിസ് കൊടുക്കുന്നവരും അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്നത് ഞങ്ങളെ സമുദായത്തിലെ പെണ്ണുമോളാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഞങ്ങളെ പെണ്ണ്, മാതൃകാ മഹിളയാകേണ്ടവള്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവള്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് 2 മാതൃകാ വനിതകള്. നിങ്ങൾ അവരെ പോലെയാകണമെന്ന്. ആരറിയുമോ അത്? ഒന്ന് ബീബി മറിയമാ, അവർക്ക് പറ ബീബി മറിയമാ, മറ്റൊന്ന് ബീബി ആസിയ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2 പെണ്ണുങ്ങളാണ്, മാതൃകാ മഹിളകളാണ്. നിങ്ങൾ നോട്ടീസിലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ പറ്റിയാണ്. അവരാണ് ഞങ്ങൾക്ക് റോൾ മോഡല്, അവരാണ് ഞങ്ങൾക്ക് മാതൃക. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ومريم ابنة امرأة عمران. വിശുദ്ധ ഖുർആനാണല്ലോ 2 പെണ്ണുങ്ങളെ അല്ലാഹു
നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, അവരെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരറിയുമോ ആ രണ്ട് പെണ്ണുങ്ങള്? ഒന്ന് ബീവി മറിയമാ, മറ്റൊന്ന് ബീവി ആസിയ. ഈമാനിന്റെ നിറകുടങ്ങളായിരുന്നു, നാണക്കേടിന്റെ അങ്ങേയറ്റമായിരുന്നു, ലജ്ജാവതികളായിരുന്നു. ബീവി മറിയം റളിയല്ലാഹു അൻഹ കുളിക്കുന്ന സമയമാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇന്നത്തെ പോലെ വലിയ ബാർപ്പിന്റെ ടോയ്ലറ്റും ബാത്റൂമും ഒന്നും അല്ലല്ലോ. പഴയ കാലം. ഏത് സമാനാണത്? മറിയം ബീവിയുടെ കാലം ഏതാ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതിപ്പോ ക്രിസ്തു വർഷം 2000. നിങ്ങൾ എന്നെ വിഷയാക്കുന്നല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾക്കെന്തു ജവാബ് ചെയ്യുന്നില്ല. ഇത് 2020, 2023. അതായത് ഈസാ നബി വന്നിട്ട് 2023 കൊല്ലായി. ആ ഈസാ നബിന്റെ ഉമ്മയാണ് ബീവി മറിയമ റളിയല്ലാഹു അൻഹ. മുസ്തഫായ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 600 കൊല്ലം മുമ്പ് ജനിച്ചവരാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. 2000 വർഷത്തോളമായി. 2000 വർഷങ്ങൾക്ക് മുമ്പത്തെ ടോയ്ലറ്റും ബാത്റൂമും വീടും കാര്യവും എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി. കുളിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ചറ്റക്കുടിയിലേക്ക് ബീവി മറിയം റളിയല്ലാഹു അൻഹ പോയ നേരത്ത് മനുഷ്യരൂപത്തിൽ അവിടെ ഒരാൾ വരുന്നു. വന്ന നേരത്ത് ബീവി മറിയം റളിയല്ലാഹു